മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ടെഹ്റാനിൽ നിന്ന് വരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റ ശേഷം മൊജ്തബ ഖമേനി നടത്തിയ പുതിയ പ്രസ്താവനകൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. രാജ്യം അതിന്റെ തന്ത്രപ്രധാനമായ ആണവ മിസൈൽ പദ്ധതികളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന കർക്കശമായ നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന ഉറച്ച സന്ദേശമാണ് മൊജ്തബ ഖമേനി തന്റെ പ്രസംഗത്തിലൂടെ നൽകിയത്. ഇറാന്റെ സൈനിക ശേഷിയും തന്ത്രപ്രധാനമായ ആയുധ ശേഖരവും രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വാഷിംഗ്ടണിൽ നിന്നുള്ള ഭീഷണികൾ വർദ്ധിക്കുമ്പോഴും തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് ടെഹ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വസ്തുത ആഗോള സുരക്ഷാ നിരീക്ഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച കർശനമായ നിബന്ധനകളെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന വരുന്നത്. ചർച്ചകൾക്ക് തയ്യാറാകണമെങ്കിൽ ഇറാൻ മുൻകൂറായി ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഇറാന്റെ അവകാശങ്ങൾ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ലെന്ന് പുതിയ സുപ്രീം ലീഡർ വ്യക്തമാക്കി കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുമേൽ ഉപരോധങ്ങൾ കടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. പ്രത്യേകിച്ച് ഹോർമസ് കടലിടുക്കിന് സമീപമുള്ള അമേരിക്കൻ നാവിക സാന്നിധ്യം ഇറാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെ വെറുതെ കണ്ടു നിൽക്കില്ലെന്നും മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുമാണ് മൊജ്തബ ഖമേനിയുടെ മുന്നറിയിപ്പ്. ഹോർമസ് കടലിടുക്കിന് സമീപം അമേരിക്ക നടത്തുന്ന നാവിക നിയന്ത്രണങ്ങൾ ഒരുതരം നിരോധനമായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിറിയായ ഈ മേഖലയിൽ സംഘർഷം ഉടലെടുക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ്. ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തങ്ങളുടെ സൈന്യം സജ്ജമാണെന്ന് സുപ്രീം ലീഡർ ഭരണകൂടത്തെയും ജനങ്ങളെയും ഓർമ്മിപ്പിച്ചു. ആണവ കരാറിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നിലവിൽ സ്തംഭനാവസ്ഥയിലാണ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യാതെ യാതൊരുവിധ ചർച്ചകൾക്കും പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് ടെഹ്റാൻ. എന്നാൽ ഇറാന്റെ മിസൈൽ ശേഷിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താതെ ഉപരോധങ്ങൾ നീക്കില്ലെന്ന് അമേരിക്കയും വാശി പിടിക്കുന്നു. ഈ അനിശ്ചിതത്വം മേഖലയെ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. മൊജ്തബ ഖമേനിയുടെ പുതിയ പ്രസ്താവനകൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. തന്റെ പിതാവിന്റെ നിലപാടുകളേക്കാൾ കടുത്ത രീതിയിൽ അമേരിക്കയെ നേരിടാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ഇറാന്റെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത്. ട്രംപ് ഭരണകൂടം ഇറാന്റെ നിബന്ധനകളെ പുച്ഛിച്ചു തള്ളിയതും സ്ഥിതിഗതികൾ വഷളാക്കി. ഒരു വശത്ത് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും മറുവശത്ത് ചർച്ചകൾക്ക് വിളിക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണെന്നാണ് ഇറാന്റെ ആരോപണം. ഈ പശ്ചാത്തലത്തിൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ മൊജ്തബ ഖമേനി ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കാൻ മേഖലയിലെ മറ്റു സായുധ ഗ്രൂപ്പുകളെ കൂടുതൽ സജ്ജമാക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് മിസൈൽ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇറാന്റെ ആണവ നിലപാടുകൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും റഷ്യയും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. അമേരിക്കയുടെ കടുത്ത നിലപാടുകൾ മേഖലയിൽ പുതിയൊരു സൈനിക സഖ്യം രൂപപ്പെടാൻ കാരണമായേക്കും. ടെഹ്റാനിലെ ഭരണകൂട മാധ്യമങ്ങൾ സുപ്രീം ലീഡറുടെ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ ജനത ഒന്നിച്ചു നിൽക്കണമെന്ന ആഹ്വാനവും ഇതിലുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സൈനിക ശക്തി അത്യാവശ്യമാണെന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ട്രംപിന്റെ രണ്ടാം ഊഴത്തിൽ ഇറാനുമായുള്ള ബന്ധം കൂടുതൽ മോശമാകാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. എന്നാൽ ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പുതിയ സുപ്രീം ലീഡറുടെ നേതൃത്വത്തിൽ ഇറാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഹോർമസ് കടലിടുക്കിലെ നാവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സൈനിക നടപടിയുടെ മുന്നോടിയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ തീരത്തോട് അടുക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇറാൻ കരുതുന്നു.
ഇത് കടലിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമായേക്കാം. തന്ത്രപ്രധാനമായ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുന്നത് ഇറാന്റെ ഭാവി സുരക്ഷയെ ബാധിക്കുമെന്ന് മൊജ്തബ ഖമേനി ആവർത്തിക്കുന്നുണ്ട്. ഉപരോധങ്ങളെ അതിജീവിക്കാൻ തദ്ദേശീയമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മുന്നേറാനാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാനെ കൂടുതൽ കരുത്തരാക്കുകയുള്ളൂ എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ ഇറാൻ കൈക്കൊള്ളുന്ന ഈ നിലപാട് മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സൗദി അറേബ്യയും UAEയും ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും. അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് മേഖലയിലെ പല രാജ്യങ്ങൾക്കുമുള്ളത്. ആണവ പദ്ധതികളിൽ ഇറാൻ കാണിക്കുന്ന വേഗത അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. പരിശോധനകൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഇറാൻ ഏർപ്പെടുത്തിയേക്കാമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത് ഇറാന്റെ ആണവ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മിസൈൽ ശേഷിയുടെ കാര്യത്തിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റം തള്ളിക്കളയാനാവില്ല. ദൂരപരിധി കൂടുതലുള്ള മിസൈലുകൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാൻ പോന്നവയാണ്. മൊജ്തബ ഖമേനിയുടെ വാക്കുകൾ ഈ സൈനിക ശേഷിയെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. ചർച്ചകൾക്ക് ഇറാൻ വെച്ച നിബന്ധനകൾ തള്ളിയതോടെ ഇനി നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് വലിയ സാധ്യതയില്ലെന്ന് വേണം കരുതാൻ. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ മിഡിൽ ഈസ്റ്റ് മറ്റൊരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ആഗോള വിപണിയിലെ എണ്ണവിലയെ ഈ സംഘർഷം നേരിട്ട് ബാധിക്കും. ഹോർമുസ് കടലിടുക്കിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായാൽ പോലും അത് ലോകമെമ്പാടുമുള്ള ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. മൊജ്തബ ഖമേനിയുടെ വാക്കുകൾ കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ പോരാട്ടത്തിന്റെ വിളംബരമാണ്. അമേരിക്കയുടെ ഭീഷണികളെയും ട്രംപിന്റെ അന്ത്യശാസനങ്ങളെയും തള്ളിക്കൊണ്ട് സ്വന്തം പാതയിൽ മുന്നേറാനാണ് ഇറാന്റെ തീരുമാനം. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഇനി എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നത്.